എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളിയിൽ കൊട്ടാരം വളവിന് പ്രണവം വീട്ടിൽ ആർമി ഉദ്യോഗസ്ഥനായ പ്രമോദിന്റെയും ആശയുടെയും മകളായ പാർവതി, വയസ്സ് 15, 25ഓളം അവാർഡുകൾ കരസ്ഥമാക്കിയ പാർവതി 8 വർഷമായി കളരി അഭ്യസിക്കുന്നു. അപ്പോൾ അതായത് കളരി അസോസിയേഷൻ നടത്തിയ മത്സരങ്ങളിലെല്ലാം ഒട്ടനവധി സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും കരസ്ഥമാക്കിയ പാർവതിയാണ്. 30 സെക്കൻഡിൽ 212 തവണ ഉറുമി വീശിയ കൊച്ചു സുന്ദരിയായ ആ പാർവതിയുടെ അങ്കത്തട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ വിസ്മയിക്കുന്ന കളരി കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് തുളുനാടൻ കളരി, തച്ചോളി ഉദയനെ, ലോകനാർക്കാവ്, ഉണ്ണിയാർച്ച, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ വിസ്മയിക്കുന്ന കാഴ്ചകൾ കാണാൻ ആ അങ്കത്തട്ടിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നമുക്ക് അവിടേക്ക് പുറപ്പെടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് ആയോധന കലയുടെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്ന കളരി അങ്കത്തട്ടിലാണ് നിൽക്കുന്നത്. പണ്ടുകാലത്തെ രാജാക്കന്മാർ ഒരു രാജ്യം പിടിച്ചടക്കുന്നതിനും ഒരു രാജ്യത്തിന് പ്രശ്നം തീർക്കുന്നതിനും വേണ്ടിയാണ് ഈ കളരി അഭ്യസിച്ചിരുന്നത്. അതായത് നമ്മുടെ ഈ കൊച്ചു കുട്ടികള് ഇപ്പോൾ കളരി അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിസ്മയിക്കുന്ന അഭ്യാസങ്ങളുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പിന്നെ നമ്മൾ ഈ കളരിയില നമ്മുടെ ഈ സുന്ദരിയായ ഒരു കൊച്ചു കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. ആ മകളോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മോളുടെ പേര്? നമസ്കാരം, എൻ്റെ പേര് പാർവതി. മോള് ഇവിടെ ഈ കളരി തുടങ്ങിയിട്ട് എത്ര വർഷമായി? എന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്? ആരാണ് ആദ്യം മോളെ ഇവിടെ കൊണ്ടുവന്നത്? ഇപ്പോൾ രുദ്രകളരി തുടങ്ങിയിട്ട് ഏറെക്കുറെ 14 വർഷത്തോളമാകുന്നു. നമ്മൾ ഇവിടെ ഹരിപ്പാട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 4 വർഷത്തോളമാകുന്നു. 4 വർഷത്തോളം. അപ്പൊ ഈ കളരിയില്ല, ചെറുതായാലും വലിയതായാലും ആദ്യം ഈ കളരിയിൽ വരുമ്പോൾ ആദ്യം എന്താണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്? ആദ്യമായി കളരിയിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ദക്ഷിണ വെച്ച് നമ്മൾ ആദ്യം അവർക്ക് വാമപ്പും ബ്രീത്തിങ്ങും ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അതിലൂടെ സ്റ്റാർട്ട് ചെയ്ത് പതിയെ ചുവടുകളിലേക്ക് വന്ന് പിന്നെ അവർ ആയുധം എടുക്കാനായിട്ട് പ്രാപ്തരാകുമ്പോൾ ആദ്യം നമ്മൾ വടിയാണ് നൽകുന്നത്. മൂർച്ചയേറിയ ആയുധം നമ്മൾ ആദ്യം നൽകാറില്ല. ആദ്യം വടി എടുത്ത് വടിയിൽ പരിശീലനം നടത്തിയതിനു ശേഷമാണ് നമ്മൾ മൂർച്ചയേറിയ ആയുധം, വാള്, ഉറുമി അങ്ങനെയുള്ള ആയുധങ്ങൾ അവരിലേക്ക് നൽകാറ്. അപ്പൊ ഈ വടികളൊക്കെ, ഈ ആയുധങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ഭയമുണ്ടോ? അവരെ നിരന്തരമായി പരിശീലനത്തിലൂടെ അവരുടെ ഭയം മാറ്റിയെടുത്തതിന് ശേഷമാണ് അവർക്ക് നമ്മൾ ആയുധങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ഇവിടെ എത്ര കുട്ടികളുണ്ട്? ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹരിപ്പാട് നടത്തുന്നതിൽ 60 കുട്ടികളോളം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ട്. വേറെ ഇതിന്റെ ബ്രാഞ്ച് ഉണ്ടോ? നമുക്ക് തോട്ടപ്പള്ളിയിലുണ്ട്, ചെട്ടികുളങ്ങര, കായംകുളം, അങ്ങനെ പല സ്ഥലത്തായിട്ടുണ്ട് ബ്രാഞ്ച്. ആദ്യത്തെ ഏതാണ് ആദ്യം തുടക്കം വരുന്നത്? നമ്മൾ ആദ്യം വെറുങ്കയും ആദ്യം നമ്മൾ ചൂടുമുറകളാണ് പഠിപ്പിക്കുന്നത്. ഈ കൊച്ചു കുട്ടികളൊക്കെ ഏറെക്കുറെ ആയോ? അവർ ഫസ്റ്റ് ചൂട് സ്റ്റാർട്ട് ചെയ്ത് കച്ചയെടുത്ത് ചുവടുകളിലേക്ക് വരുന്നതേ ഉള്ളൂ. ആയുധങ്ങൾ എടുക്കാത്ത ഒട്ടുമിക്ക കുട്ടികളും ഇവിടെ നിൽക്കുന്ന ആയുധം എടുക്കാത്തതാണ്. സീനിയേഴ്സും ഉണ്ട് ഇതിന്റെ ഇടയിൽ. മോൾ ആദ്യം പഠിച്ചത്? ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള തോട്ടപ്പള്ളിയിലാണ് എൻ്റെ വീട്. അപ്പം ഞാൻ എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു കളരി, തോട്ടപ്പള്ളിയിലുള്ള കളരി. അപ്പം അവിടെ ആദ്യം എൻ്റെ ബ്രദറാണ്, ചേട്ടനാണ് കളരി വന്നത്. അതിനുശേഷം 1 വർഷത്തോളം ചേട്ടൻ, ഏറെക്കുറെ ഒരു 8 വയസ്സുള്ളപ്പോഴാണ് ചേട്ടൻ വന്നത്. അത് കഴിഞ്ഞ് ഒരു വർഷത്തോളം ചേട്ടൻ പരിശീലനം നടത്തി കഴിഞ്ഞാണ് ഞാൻ കളരിയിലേക്ക് വരുന്നത്. എത്ര വർഷം കളരി പഠിച്ചു? ഞാൻ ഇപ്പോൾ 9 വർഷമായിട്ട് കളരി അഭ്യസിക്കുന്നു. ഏതാണ്ട് 30 സെക്കൻഡില്ല എന്തൊക്കെയോ 212 എത്ര ഉറുമി എടുക്കുന്ന ഒരുപാട് റെക്കോർഡൊക്കെ കിട്ടിയെന്നൊക്കെ കേട്ടത്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് കിട്ടിയത്. അതിന് എത്ര അവാർഡ് കിട്ടിയത്? അതിന് അവാർഡായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റും മെഡലും അവർ സർട്ടിഫൈ ചെയ്ത് നമുക്ക് തരുകയായിരുന്നു. 30 സെക്കൻഡിൽ 212 തവണ 2 കൈകളിലും ഉറുമി വെച്ചാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. എന്നിട്ട് മോൾ വേറെ ഇവിടെയൊക്കെ ഒരുപാട് മത്സരങ്ങൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ജില്ലാതല മത്സരം, സ്റ്റേറ്റ് തല മത്സരങ്ങളിൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്ത മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്.
എന്തെങ്കിലും കൊച്ചു കൊച്ചു ഈ കുഞ്ഞുങ്ങളുടെ കുറച്ച് ഐറ്റംസ് കാണിക്കാവോ? തീർച്ചയായും ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കുഞ്ഞു മക്കളുടെ കുഞ്ഞു കുഞ്ഞു അഭ്യാസങ്ങളാണ് ഇന്ന് നിങ്ങൾ കണ്ടത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ കളരി അഭ്യാസങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.